ഗാന്ധാരി പാർട്ട് 2. പെട്ടെന്ന് ബ്രേ ദുര്യോധനൻ കഴുതയെപ്പോലെ കരയാൻ തുടങ്ങി. ഹോ, എന്താണത്? എന്താണാ കേട്ടത്? ആരും മിണ്ടിയില്ല. അവസാനം വിതുരർ പറഞ്ഞു, വിഷമമുണ്ടെങ്കിലും പറയാതിരിക്കാനാവില്ല. ഈ കരച്ചിൽ വലിയൊരു ദുശ്ശകുനമാണ്. ദുശ്ശകുനമോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നാം എന്തു ചെയ്യണം? വിതുരർ ശാന്തനായി പറഞ്ഞു. നാം ഈ കുട്ടിയെ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ അരുത്, അതുമാത്രം പറയരുത്. എനിക്ക് അങ്ങയുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങ് വിഷമിക്കേണ്ടി വരും. ഈ കുഞ്ഞ് കുലം മുടിക്കും. ഈ പിഞ്ചു കുഞ്ഞിനെ കുറിച്ച് ഇതു പറയാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇങ്ങനെ ഉപേക്ഷിക്കുന്നതിൽ തെറ്റില്ല രാജൻ. രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ഇത്തരം ഉപേക്ഷിക്കലുകൾ ആകാമെന്നാണ് നീതിശാസ്ത്രവും പറയുന്നത്. എനിക്കതിനു കഴിയില്ല വിതുരരെ. കരയരുത് ഗാന്ധാരി. നിന്റെ മകനെ ആരും നിന്നിൽ നിന്ന് വേർപിരിക്കില്ല. എല്ലാം അവഗണിച്ച് മകനെ വളർത്താൻ ധൃതരാഷ്ട്രർ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഭയം തോന്നുന്നു. കൗരവകുമാരന്മാർ വളർന്നുകൊണ്ടിരുന്നു. ഗാന്ധാരി സന്തോഷവതിയായി. വൈകാതെ ധൃതരാഷ്ട്രരുടെ സഹോദരൻ പാണ്ഡു വനത്തിൽ വെച്ച് മരിച്ചു. പത്നിയായ കുന്തി തൻ്റെ 5 പുത്രന്മാരെയും കൂട്ടി കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനുമായിരുന്നു ആ 5 പേർ. വരൂ കുന്തി, ഇനി മുതൽ ഇതു നിന്റെ കൂടി വീടാണ്. അവർ ഗാന്ധാരി അമ്മയുടെ അനുഗ്രഹം തേടി. അനുഗ്രഹിക്കൂ അമ്മേ. ദീർഘായുസ്സായിരിക്കട്ടെ. എനിക്ക് 100 പുത്രന്മാരുണ്ട്. കുന്തിക്ക് വെറും 5. പക്ഷേ എത്ര വിവേകവും വിനയവുമുള്ളവരാണവർ. ഗാന്ധാരിയും കുന്തിയും സഹോദരിമാരെ പോലെ സ്നേഹത്തിൽ കഴിഞ്ഞു. പക്ഷേ അവരുടെ കുട്ടികൾ തമ്മിൽ ശത്രുതയിലായിരുന്നു. കാലം ചെല്ലുന്തോറും വിതുരരുടെ ഭയം സത്യമെന്ന് തെളിഞ്ഞു വന്നു. ഒരിക്കൽ ദുര്യോധനൻ ഭീമനെ വിഷം കൊടുത്ത് നദിയിലിട്ടു. പക്ഷേ ഭീമൻ രക്ഷപ്പെട്ടു. ഗാന്ധാരി അക്കഥയറിഞ്ഞപ്പോൾ, നുണ, എൻ്റെ മകൻ ഇത്തരം നീചപ്രവൃത്തി ചെയ്യില്ല. പക്ഷേ കാലം കഴിയുന്തോറും കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ശത്രുത ഏറിയതേയുള്ളൂ. യുധിഷ്ഠിരൻ കിരീടാവകാശിയായതോടെ അത് അങ്ങേയറ്റത്തെത്തി. രാജാവാകേണ്ടത് പാണ്ഡുവിൻ്റെ പുത്രനായ യുധിഷ്ഠിരനാണെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ കൗരവരുടെ ഉള്ളിലിരുപ്പ് അതായിരുന്നില്ല. കാട്ടിൽ നിന്നു വലിഞ്ഞു കയറി വന്ന ആ പാണ്ഡവർ കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. അവർ കൂടുതൽ കരുത്തു നേടും മുമ്പ് നീ എന്തെങ്കിലും ചെയ്തേ തീരൂ ദുര്യോധന. ശകുനിയുടെ പ്രേരണയാൽ ദുര്യോധനൻ പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടെരിക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ പാണ്ഡവർ രക്ഷപ്പെട്ടു. പിന്നീട് പാഞ്ചാലത്തിലെത്തിയ അവർ അവിടത്തെ രാജകുമാരിയായ ദ്രൗപദിയെ വിവാഹം ചെയ്തു. ധൃതരാഷ്ട്രർ പാതി രാജ്യം പാണ്ഡവർക്കു നൽകി. ഇന്ദ്രപ്രസ്ഥമെന്ന പുതിയ തലസ്ഥാനം കേന്ദ്രമാക്കി അവർ ഭരണം നടത്തി. പുത്രന്മാരുടെ പ്രവൃത്തികൾ ഗാന്ധാരിയുടെ കാതിലുമെത്തി. എൻ്റെ മകന് അങ്ങനെ കൊടുംചതി ചെയ്യാനാവുമോ? ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ വൈകാതെ ദുര്യോധനനും ശകുനിയും ചേർന്ന് കള്ളച്ചൂതിൽ പാണ്ഡവരെ തോൽപ്പിച്ച് സമ്പത്തും രാജ്യവും പത്നിയായ ദ്രൗപദിയെയും തട്ടിയെടുത്തു. നീ തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. ഇനി മുതൽ നീയൊക്കെ എൻ്റെ അടിമകൾ. ദുര്യോധനൻ അനുജനായ ദുശാസനന്റെ നേരെ തിരിഞ്ഞു. ദ്രൗപദിയെ പിടിച്ചുകൊണ്ടുവാ. ശരി ജ്യേഷ്ഠ. കേട്ടത് വിശ്വസിക്കാനാവാതെ ഗാന്ധാരിയും സഭാവാസികളും ഇരിപ്പിടങ്ങളിൽ തരിച്ചിരുന്നുപോയി. കൃഷ്ണ, രക്ഷിക്കൂ. വിചാരിക്കുന്നതെന്തും ചെയ്യാൻ ആവുമെന്ന് ഇപ്പോൾ മനസ്സിലായോ? എൻ്റെ മകനാണോ പതിവ്രതയായ പാണ്ഡവപത്നിയെ പരസ്യമായി അപമാനിക്കുന്നത്? ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രത്തിൽ വലിച്ചെങ്കിലും ദുര്യോധനനെ ഭയന്ന് മുതിർന്നവരാരും അനങ്ങിയില്ല.
ഹേ ദ്രൗപദി, നിനക്ക് ഭർത്താക്കന്മാർ 5 പക്ഷേ ഒരുത്തനെങ്കിലും നിന്നെ രക്ഷിക്കാൻ എത്തിയോ? പാണ്ഡവർ അപമാനത്താൽ തലകുനിച്ചു. പാവം യുധിഷ്ഠിരൻ ചൂതുകളിക്കാൻ എഴുന്നള്ളിയത് എത്ര കേമനായാണ്! ഇപ്പോൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ശ്രീകൃഷ്ണ ശക്തിയാൽ പാഞ്ചാലിയുടെ വസ്ത്രം വർദ്ധിച്ചു വന്നു. ദുശാസനൻ തളർന്നു. പുറത്ത് കുറുക്കന്മാർ ഓരിയിട്ടു. കഴുകന്മാർ കരഞ്ഞു. ഏവരുടെയും മുഖം വിളറി. വരാനിരിക്കുന്ന സർവനാശത്തിൻ്റെ മുന്നറിയിപ്പാണിത്. മുതിർന്നവർ വിഷമിച്ചു. ഈശ്വരാ! സ്വന്തം മകൻ്റെ സ്വഭാവം ആ അമ്മ മനസ്സിലാക്കി. ഈശ്വരാ, ഇത് നേരിടാനുള്ള മനക്കരുത്ത് എനിക്ക് തരൂ. ദുര്യോധനൻ്റെ ക്രൂരതകൾക്ക് ഇന്നോളം ഞാൻ വാത്സല്യം മൂലം ന്യായങ്ങൾ കണ്ടെത്തി. പ്രഭോ, അവിടുന്ന് ദയവായി പാണ്ഡവരുടെ രാജ്യവും അവരുടെ സ്വാതന്ത്ര്യവും തിരികെ കൊടുത്താലും ഇതെൻ്റെ അപേക്ഷയാണ്. അമ്മേ, അമ്മ ഇതിലൊന്നും ഇടപെടേണ്ട. ജ്ഞാനിയായ വിതുരർ വർഷങ്ങൾക്കു മുമ്പ് പറഞ്ഞ വാക്കുകൾ അങ്ങ് മറന്നുപോയോ? കുലം മുടിക്കും മുമ്പ് ദുര്യോധനനെ തടഞ്ഞേ തീരൂ. ധൃതരാഷ്ട്രർ ഇതുകേട്ട് വിഷമത്തിലായി. നീ പറഞ്ഞത് ശരിയാണ് ഗാന്ധാരി. ദ്രൗപദി, നിന്നോട് ഇവർ ചെയ്ത മഹാപരാധത്തിന് പകരം നീയൊരു വരം ചോദിച്ചോളൂ. അങ്ങ് എൻ്റെ ഭർത്താവിന് നഷ്ടപ്പെട്ട രാജ്യം മടക്കിക്കൊടുത്താൽ മതി. അങ്ങനെയാവട്ടെ, സമാധാനമായി മടങ്ങിപ്പോയിക്കൊള്ളൂ. പാണ്ഡവർ ദ്രൗപദിയുമായി മടങ്ങുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ പൊട്ടിത്തെറിച്ചു. അച്ഛാ, അങ്ങെന്താണീ ചെയ്തത്? കഷ്ടം! അവരെ മടക്കി വിളിക്കൂ. നമുക്ക് ഒരു കൈ കൂടി നോക്കാം. പുത്രസ്നേഹത്താൽ ധൃതരാഷ്ട്രർ ഒടുവിൽ വഴങ്ങി. തോൽക്കുന്നവർക്ക് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും സമ്മതിച്ചോ? സമ്മതിച്ചു.